പ്രിയപ്പെട്ട എൻ്റെ കാസർഗോട്ടുകാരെ, കാസർഗോഡ് എം.എൽ.എ. ശ്രീ എൻ എ നെല്ലിക്കുന്ന് സാഹിബിന്റെ പിടിപ്പുകേടും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ കഴിവില്ലായ്മയും അദ്ദേഹം കാസർഗോഡ് ജനങ്ങൾക്ക് കഴിഞ്ഞ 15 വർഷം നൽകിയ വികസന മുരടിപ്പും ഒന്ന് തുറന്നു കാട്ടണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. കാരണം ഞാൻ ഒരു കാര്യം അദ്ദേഹത്തിനെ പറ്റി പറയുന്നുള്ളൂ, പല കാര്യമുണ്ട്, അത് പിന്നീട് പറയും. ഈ ഒരു കാര്യം പറയാമെന്ന് പറഞ്ഞാൽ അദ്ദേഹം നേരിട്ട് എന്നെ ബന്ധപ്പെടുന്നതുകൊണ്ടാണ് ഞാൻ ആ കാര്യത്തിലേക്ക് പറയുന്നത്. കാരണം 2.5 വർഷം മുമ്പ് കാസർഗോഡ് റെയിൽവേ സ്റ്റേഷന്റെ ബ്യൂട്ടിഫിക്കേഷൻ വർക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു മോണിറ്ററിംഗ് കമ്മിറ്റി ഉണ്ടാക്കിയിരുന്നു നമ്മൾ. ആ മോണിറ്ററിംഗ് കമ്മിറ്റിയിൽ എൻ്റെ സുഹൃത്ത് മുഹമ്മദ് ബഷീർ, UK ബഷീർ എന്ന് പറയുന്ന മുഹമ്മദ് ബഷീറും അതുപോലെ തന്നെ പ്രശാന്ത് എന്ന് പറഞ്ഞാൽ പാസഞ്ചേഴ്സ് അസോസിയേഷൻ്റെ പ്രസിഡന്റ്, കാസർഗോഡ് റെയിൽവേ പാസഞ്ചേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ്, ഈ മൂന്നാൾ കൂടിയിട്ട് ഒരു മോണിറ്ററിംഗ് കമ്മിറ്റി ഉണ്ടാക്കി. ആ മോണിറ്ററിംഗ് കമ്മിറ്റിയുടെ ഉദ്ദേശം എന്ന് വെച്ചാൽ കാസർഗോഡ് റെയിൽവേ സ്റ്റേഷന്റെ പുറത്ത് നടക്കാൻ പോകുന്നുള്ള ബ്യൂട്ടിഫിക്കേഷൻ വർക്കിന് മോണിറ്റർ ചെയ്യുക. ഇവിടെ ഉണ്ടാക്കിയ ഡീറ്റെയിൽ പ്രൊജക്ട് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണോ ആ വർക്ക് നടക്കുന്നുള്ളത് എന്ന് പറയാനും എന്ന് നോക്കാനും വേണ്ടിയിട്ട് മാത്രമാണ് ആ കമ്മിറ്റി ഒന്ന് അവിടെ ഉണ്ടാക്കിയത്. ഈ കമ്മിറ്റി ഉണ്ടാക്കിയതിന്റെ പിറ്റേ ദിവസം മുതൽ ഇവിടുത്തെ പലർക്കും ഹാലളി എന്ന് പറഞ്ഞാൽ സാധാരണ ഹാലല്ല എളിയത്. അത് എന്തിനാണ് ആ കമ്മിറ്റിനെ കൊണ്ട് എന്താണ് ഉപകാരം, ആ കമ്മിറ്റി രാജ്യത്തിനെതിരാണ്, ആ കമ്മിറ്റി എനിക്കെതിരാണ്, നടക്കുന്ന പണി ഇല്ലാതാകുന്ന അതൊന്നുമല്ല. ആ കമ്മിറ്റിന്റെ വ്യക്തമായ ഉദ്ദേശം ഒന്നേ ഉള്ളൂ, ആ വർക്ക് നന്നായിട്ട് നടക്കണം. കാരണം അത് റെയിൽവേ സ്റ്റേഷന് മുമ്പിലാണ് ആ വർക്ക് നടക്കാൻ പോകുന്നത്. ഈ കാര്യങ്ങളൊക്കെ കാസർഗോഡ് MLA പിറ്റേ ദിവസം മുതൽ തന്നെ ഫേസ്ബുക്കിൽ പോസ്റ്റുമായിട്ട് ഇട്ടിരുന്നു. ആ കമ്മിറ്റി എന്തിനാണ്, ആ കമ്മിറ്റിന്റെ ആവശ്യം എന്താണ്, ആ കമ്മിറ്റി എന്ത് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്, പിന്നെ നമുക്ക് അഴിമതി അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് എന്ന് പറയുന്ന ഒരു സംശയം കാര്യങ്ങളൊക്കെ നമുക്ക് വരുന്നുണ്ട്. അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് അദ്ദേഹം ആ പോസ്റ്റ് ഇട്ടത്. പിന്നീട് അദ്ദേഹം എന്താക്കിയെന്ന് പറഞ്ഞാൽ ഒരു കംപ്ലൈന്റ് ആയിട്ട് കാസർഗോഡ് SP കൊടുത്ത് SP നേരിട്ട് കാസർഗോഡ് പോലീസ് സ്റ്റേഷനിലേക്ക് അത് ട്രാൻസ്ഫർ ചെയ്ത് എന്നെയും അതുപോലെ തന്നെ എൻ്റെ സുഹൃത്തുക്കളെയും വിളിച്ചിട്ടായിട്ട് കാര്യങ്ങളൊക്കെ ധരിപ്പിച്ച് നമ്മളെ കാര്യങ്ങൾ ധരിപ്പിച്ച് നമ്മൾ ഇങ്ങോട്ടേക്ക് വന്ന്. പക്ഷെ കേസൊന്നും ഇന്നേ വരെ രജിസ്റ്ററോ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല, ആയില്ല. കാരണം അത് നമ്മൾ നാട്ടിന്റെ വികസനത്തിനും വേണ്ടി സ്വാർത്ഥത ഒന്നുമില്ലാത്ത നല്ല മനസ്സോടുകൂടി ചെയ്യാൻ ഉദ്ദേശിച്ച ഒരു സംഭവമാണത്. അതിനെതിരാണ് കാസർഗോഡ് MLA ശ്രീ എൻ എ നെല്ലിക്കുന്ന് സാഹിബ് കേസും കാര്യങ്ങളും കൊടുത്തിട്ട് നമ്മൾ അന്ന് വെറുപ്പിച്ചത്. അപ്പൊ ആ വെറുപ്പിക്കല് അദ്ദേഹം അങ്ങനെ വെറുപ്പിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ആ വർക്കിന്റെ പിന്നിലുണ്ടാണ്. എന്തുകൊണ്ട് ഈ 2.5 വർഷമായിട്ട് അദ്ദേഹത്തിന് അത് പൂർത്തീകരിക്കാനോ അല്ലെങ്കിൽ എഞ്ചിനീയറിനെ പോയിട്ട് കണ്ടിട്ട് എന്തുകൊണ്ട് നിങ്ങൾ പൂർത്തീകരിച്ചിട്ടാണെന്ന് ചോദിക്കാൻ ഒരു സാമാന്യ മര്യാദയെങ്കിലും അദ്ദേഹത്തിന് ഉണ്ടാണ്ടേ? ഇന്നുമില്ല. അസുബിൻ ആന്റണി എന്ന് പറയുന്നുള്ള ആ കോൺട്രാക്ടറിനോട് ചോദിക്കണ്ടേ? അതുമില്ല. അപ്പൊ ഇതിനകത്ത് നമുക്ക് തന്നെ ഒരു സംശയം വരുന്നുണ്ട്, MLA എഞ്ചിനീയറും അതുപോലെ തന്നെ അടുത്ത കോൺട്രാക്ടറായിട്ട് ഒത്തുകളിക്കുകയാണോ ഈ ഒരു വർക്കിന്റെ കാര്യത്തിൽ? 2.5 വർഷമായിട്ട് 6 മാസ സമയത്തിൽ തീർക്കണമെന്നിട്ട് കൊടുത്ത വർക്കാണ് 2.5 വർഷമായിട്ട് ഇഴഞ്ഞു നീങ്ങുന്നത്. ആരാണ് ഇതിന്റെ ഉത്തരവാദി? ഞാൻ പറയും കാസർഗോഡ് MLA ആണെന്ന്. കാസർഗോഡ് MLAന്റെ പിടിപ്പ് കേടാണ് ആ വർക്ക് അങ്ങനെ ആയത്. തുറന്നു പറയണം, ഒരു സംശയം കാര്യത്തിന് എനിക്ക് അതിന് വകുപ്പില്ല. കാരണം നമ്മൾ ആ ഒരു മോണിറ്ററിംഗ് കമ്മിറ്റി അവിടെ ഉണ്ടായിരുന്നെങ്കിൽ നിരന്തരമായിട്ട് നമ്മൾ ആ ഒരു വർക്കിന്റെ പിന്നാലെ ഉണ്ടായിരുന്നു. പത്രസമ്മേളനത്തിൽ പറയേണ്ടത് പത്രസമ്മേളനം വിളിച്ചിട്ട് പറയുമായിരുന്നു നമ്മൾ. വീഡിയോ ചെയ്യേണ്ടത് വീഡിയോ എടുത്ത് ചെയ്യുമായിരുന്നു നമ്മൾ. ഇപ്പൊ ഒന്നും അല്ലാതാക്കി കളഞ്ഞ ആ വർക്ക്, അത് ബ്യൂട്ടിഫിക്കേഷൻ അല്ല ആ വർക്ക്, അത് കുളം തോണ്ടിയ ഒരു വർക്കാണ്. അതിന്റെ കാരണക്കാരനാരെന്ന് വെച്ചാൽ കാസർഗോഡ് MLA ആണ്, ഒരു സംശയമില്ല. കഴിഞ്ഞ 15 വർഷം അദ്ദേഹം കാസർഗോഡിന് ഒന്നും ചെയ്തിട്ടാന്ന് പറയുന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണത്തിലൊന്നാണ് കാസർഗോഡിന്റെ റെയിൽവേ സ്റ്റേഷൻ ബ്യൂട്ടിഫിക്കേഷൻ വർക്ക്. അദ്ദേഹം അത് പൂർത്തിയാക്കുന്നോ ഇല്ലയെന്ന് നമുക്ക് ഈ പോകുന്നതിന്റെ ഇടയിൽ, കാരണം അത്രയല്ലേ ഉള്ളൂ ഇനിയിപ്പോൾ, നമുക്ക് നോക്കാം എന്തായാലും. താങ്ക് യു.